എല്ലാവർക്കും BMS ടാക്കീസിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇന്ന് ഉച്ചവരെ നടന്ന ചില കാര്യങ്ങളാണ്. മെയിൻ ആയിട്ടുള്ളത് ജയിൽ നോമിനേഷൻ ആണ്. ജയിൽ നോമിനേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ മണ്ടന്മാരെല്ലാവരും കൂടി വീണ്ടും അനീഷിനെയാണ് ജയിലിലോട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്, അനീഷിനെയും ലക്ഷ്മിയെയും. എനിക്ക് തോന്നുന്നു ഇവരിത് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് മനഃപൂർവ്വം അനീഷിനെ ടാർഗറ്റ് ചെയ്യുകയാണ്. അതായത് ഇവരെങ്ങനെയെങ്കിലും അനീഷിന് ഇവര് വഴി തന്നെ അനീഷിന് കപ്പടിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. കാരണം അങ്ങനെയുള്ള പ്രവൃത്തികളാണ് ഈ മണ്ടന്മാരായ ഹൗസ്മേറ്റ്സ് അതിനകത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചത്തെ വീക്ക്ലി ടാസ്കിന്റെ അടിസ്ഥാനത്തിലും, അതായത് ഈ ആഴ്ചയിലെ വീക്ക്ലി ടാസ്കിന്റെ അടിസ്ഥാനത്തിലും പിന്നെ ആക്റ്റീവ് അല്ലാതെ നിൽക്കുന്നവരുടെ അടിസ്ഥാനത്തിലുമാണ് ജയിൽ നോമിനേറ്റ് ചെയ്യാൻ ബിഗ് ബോസ് പറഞ്ഞത്. ഇവരെന്തിനേത് ഈ വന്നവരും പോയവരും എല്ലാം പറഞ്ഞത് അനീഷിനെയാണ്. അനീഷ് ഇന്നലെ വന്ന സാബുമോന്റെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതിന്റെ പേരിലാണ് എല്ലാവരും കൂടെ ഇപ്പൊ അനീഷിനെ നോമിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അവിടെ കഴിഞ്ഞ ഈ ആഴ്ച ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു വ്യക്തി ഷാനവാസാണ്. നല്ലൊരു സീക്രട്ട് ടാസ്ക് പൊളിച്ച് കൈ കൊടുത്തിട്ട് ആ പേര് ആരും പറഞ്ഞിട്ടില്ല. കൂടാതെ ഷാനവാസ് ഒരു ഫിസിക്കൽ അസൾട്ട് നടത്തിയിട്ടുണ്ട്, അവിടെ ആര്യനെ അടിച്ചിട്ടുണ്ട്, അതും ആരും പറഞ്ഞിട്ടില്ല. അത് പോട്ടെ. അതുപോലെ ആദില വീക്ക്ലി ടാസ്കിൽ ഒരു വക ചെയ്തിട്ടില്ല, ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. പക്ഷെ ആദിലയുടെ പേരും ആരും പറഞ്ഞിട്ടില്ല. ഏറ്റവും കൂടുതൽ റൂൾ ബ്രേക്ക് ചെയ്യുന്ന അനുമോളുടെ പേര് അവരാരും പറഞ്ഞിട്ടില്ല. പക്ഷെ എല്ലാവരും പറഞ്ഞത് അനീഷിനെയും ലക്ഷ്മിയാണ്. ലക്ഷ്മി പിന്നെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അനീഷിന് എന്താണ്, അനീഷ് വീക്ക്ലി ടാസ്ക് നല്ലോണം ചെയ്തിട്ടുണ്ട്. അനീഷിനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അക്ബറിനെയും ആദിലയും കാലം നല്ല രീതിയിൽ അനീഷ് അവിടെ ചെയ്തിട്ടുണ്ട്. ഇവരിത് അനീഷിനെ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ഇന്നലെ സാബുമോന്റെ ഈ പ്രശ്നം ഇതൊക്കെ വച്ചാണ് അവരവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത്രയും പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് അനീഷിനോട് പെരുമാറുന്ന ഒരു കണ്ടസ്റ്റൻസ് ആണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് അനീഷിന് നല്ലതേ ഉള്ളൂ. കാരണം വീണ്ടും നാലാമത്തെ തവണയും അനീഷ് ജയിലിൽ പോവുകയാണ്. കൂടാതെ ലക്ഷ്മിയുണ്ട്. പിന്നെ അപ്പം ഇന്നത്തെ ഫുള്ള് സ്ക്രീൻ പ്രസൻസും സ്ക്രീൻ ടൈമും അനീഷിനായിരിക്കും കിട്ടാൻ പോകുന്നത്. അത് മനസ്സിലാക്കി കളിക്കാനുള്ള ബുദ്ധി പോലും ഇല്ലാത്ത മണ്ടന്മാരാണ് ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ ഉള്ളതെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയാണ്: അനീഷിന് നിങ്ങൾ എത്രത്തോളം ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിന് ഇരട്ടി പുള്ളിക്ക് പുറത്ത് ഫാൻസ് കൂടിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെ പറയുമ്പോൾ നമ്മളെയൊക്കെ PR ആക്കും. ഞാൻ ആരെയും PR ഒന്നുമല്ല, എനിക്കാരും പൈസയും തന്നിട്ടില്ല. എൻ്റെ ഒരു കുഞ്ഞു ചാനലാണ്. എൻ്റെ ചാനൽ ഞാൻ അധികം പോസ്റ്റ് സമയം കിട്ടുമ്പോൾ മാത്രം ബിഗ് ബോസിന്റെ വീഡിയോസ് ഇടുന്ന ഒരാളാണ്. എനിക്ക് റിവ്യൂസ് ഒക്കെ കുറച്ചേ ഞാൻ ചെയ്യാറുള്ളൂ. എൻ്റെ ചാനൽ അധികം റിച്ച് അല്ല. അതുകൊണ്ട് ഞാൻ ആരുടെയും PR അല്ല, എനിക്കാരും പൈസയും തന്നിട്ടില്ല. എനിക്ക് ബിഗ് ബോസ് ഷോ കണ്ടപ്പോൾ ഇഷ്ടം തോന്നിയ ഒരാളാണ് അനീഷ്. ആ അനീഷിനെ തന്നെയാണ് ഞാൻ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത്. അയാൾ നല്ലത് ചെയ്താൽ നല്ലതെന്നും തെറ്റ് ചെയ്ത തെറ്റെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ BMS ടാക്കീസ് എന്ന ഇൻസ്റ്റാഗ്രാം പേജ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. ഞാൻ ആദ്യം അനീഷിനെ പറ്റി നെഗറ്റീവ്, അതായത് അനീഷിൻ്റെ ഫസ്റ്റത്തെ ഗെയിം കണ്ട് ഞാൻ അനീഷിനെതിരെ വീഡിയോ ഇട്ട ഒരാളാണ് ഞാൻ. അതിനുശേഷം എനിക്ക് മനസ്സിലായി അനീഷ് നല്ലൊരു ഗെയിമറാണെന്ന് മനസ്സിലാക്കി, നല്ലൊരു മനുഷ്യനാണെന്ന് മനസ്സിലാക്കി അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതിന്റെ പേരിൽ ഇപ്പം ഞാൻ എവിടെയെങ്കിലും പോയി കമന്റ് ഇടുമ്പോൾ എല്ലാവരും PR ആണെന്നൊക്കെ പറയുന്നുണ്ട്. ആക്ച്വലി എനിക്കാരും പൈസയും തന്നിട്ടില്ല, ഞാൻ ആരെയും പൈസയും വാങ്ങിച്ചിട്ടില്ല. ഞാൻ ബിഗ് ബോസ് ഷോ കണ്ടുകൊണ്ട് അയാൾ ഇഷ്ടപ്പെടുന്ന ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ലൈവ് അപ്ഡേറ്റ്സ് നിർത്തുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.